ജീവാംശമായി ഭാഗം 13. ബാംഗ്ലൂരിലെ ആഡംബരപൂർണമായ സൈബർ ഗ്ലോബ് ഓഫീസിന് മുന്നിൽ കോളേജ് ടൂർ ബസ് വന്നു നിന്നു. ആധുനിക രീതിയിലുള്ള ആ ഗ്ലാസ് ഹൗസ് കണ്ടപ്പോൾ കോളേജ് കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. സെക്യൂരിറ്റി പരിശോധനകൾ കഴിഞ്ഞ് അവർ വലിയ ലോബിയിലേക്ക് പ്രവേശിച്ചു. ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ജാൻവിക്ക് ശ്വാസമെടുക്കാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കുട്ടികൾക്കായി പ്രത്യേകമായി ഒരുക്കിയ കോൺഫറൻസ് ഹാളിലേക്ക് അവർ നയിക്കപ്പെട്ടു. അവിടെ വലിയ സ്ക്രീനിൽ കമ്പനിയുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുര്യൻ സാർ സ്റ്റേജിലേക്ക് കയറി. മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നമ്മുടെ ഹോസ്റ്റ് മറ്റാരുമല്ല, നമ്മുടെ നാട്ടുകാരനായ ഏവർക്കും പ്രിയപ്പെട്ട ആദിഷാണ്. അവനിപ്പോൾ ഇവിടുത്തെ പ്രൊജക്റ്റ് ഹെഡാണ്. ആദിഷിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഹാളിൽ വലിയ കയ്യടി ഉയർന്നു. സൈഡ് ഡോറിലൂടെ ലാപ്ടോപ്പും കയ്യിൽ പിടിച്ച് മുഖത്ത് നിറഞ്ഞ ഗൗരവത്തോടെ ആദിഷ് കടന്നു വന്നു. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അണിഞ്ഞ് മുടി ജെൽ തേച്ച് മിനുക്കി ട്രിം ചെയ്ത താടിയുമായി അവൻ കൂടുതൽ സുന്ദരനും പക്വതയുമുള്ളവനുമായി തോന്നി. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് പഴയ ആ കുസൃതിയല്ല, പകരം ഒരു ഗൗരവമായിരുന്നു. ആദിഷ് സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ വാക്കുകൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. കുട്ടികൾ അത്രയും ആകാംക്ഷയോടെ അവൻ്റെ ഓരോ വാക്കുകളും കേട്ടുകൊണ്ടിരുന്നു. ജാൻവി ഏറ്റവും പിന്നിലെ നിരയിൽ തല താഴ്ത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ കാതുകളിൽ മന്ത്രിച്ചിരുന്ന അതേ ശബ്ദം. പക്ഷേ ഇന്നതിൽ വല്ലാത്തൊരു അകലമുണ്ട്. ക്ലാസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ആദിയുടെ കണ്ണുകൾ യാദൃശ്ചികമായി സദസ്സിലൂടെ ഒന്ന് കടന്നുപോയി. പെട്ടെന്ന് അവൻ്റെ വാക്കുകൾ പതറി. ഏറ്റവും പിന്നിലെ നിരയിൽ തൻ്റെ ഓർമ്മകളിൽ എന്നും നീറുന്ന ആ മുഖം അവൻ കണ്ടു. ജാൻവി. ഒരു നിമിഷം ലോകം മൊത്തം നിശ്ചലമായതുപോലെ ആദിക്ക് തോന്നി. അവൻ ഉടൻ തന്നെ സ്വയം നിയന്ത്രിച്ച് ക്ലാസ് എടുത്തു തീർത്തു. കുട്ടികൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴും ആദിയുടെ ശ്രദ്ധ ആരും അറിയാതെ തന്നെ മുഴുവൻ ജാൻവിയിലായിരുന്നു. അവൾ ഒരിക്കൽ പോലും തലയുയർത്തി അവനെ നോക്കിയില്ല. അതും അവൻ ശ്രദ്ധിച്ചു. ഓഫീസ് സന്ദർശനം പൂർത്തിയായി കുട്ടികളെല്ലാവരും അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് നീങ്ങി. ജാൻവി മാത്രം ആർക്കും മുഖം നൽകാതെ ആരും ശ്രദ്ധിക്കാത്ത ഒരു വശത്ത് മാറി നിന്നു. കുറച്ചു നേരം പുറത്തേക്ക് നോക്കി നിന്നെങ്കിലും അവൾക്കവിടെ കൂടുതൽ നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറയുന്നത് മറയ്ക്കാൻ അവൾ വേഗം വാഷ്റൂമിലേക്ക് നടന്നു. മുഖം കഴുകി തിരിച്ചു വരുമ്പോൾ ഇടനാഴിയിൽ ആദിഷ് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ട് ജാൻവി ഞെട്ടിപ്പോയി. അവൾക്ക് നാവിന് പൂട്ടി വീണ പോലെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ആദിഷ് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എന്താ ഇവിടെ? അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്നു. അത് കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ, ജാൻവി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ടൂറിന് വരാൻ നല്ല താല്പര്യമാണല്ലോ. ഒളിച്ചോടി പോകാനും ടൂറിന് പോകാനുമൊക്കെ നിനക്കാരും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ? ആദിഷിൻ്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു നിന്നു. അത് കേട്ടപ്പോൾ ജാൻവിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴെ വീണു. ആദിയേട്ടാ, നിന്റെ ഈ കരച്ചിൽ എനിക്ക് കാണണ്ട ജാൻവി. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. നിനക്ക് നിന്റെ കുടുംബമായിരുന്നല്ലോ വലുത്. ഇപ്പോൾ ഇവിടെ എന്തിനു വന്നു? എന്നെ തോൽപ്പിക്കാനാണോ? അവനതും പറഞ്ഞ് വേഗത്തിൽ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. ആദിയുടെ വാക്കുകൾ ജാൻവിയെ ഒന്നാകെ തകർത്തു കളഞ്ഞു. അവൻ തന്നെ ഇത്രയധികം വെറുക്കുന്നുണ്ടാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. കാര്യങ്ങൾ അറിഞ്ഞിട്ടും ആദിഷ് കാണിച്ച ആ വാശി അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. എന്തു ചെയ്യുമെന്നറിയാതെ അവിടെ നിന്നവൾ കണ്ണീർ വാർത്തു. അപ്പോഴാണ് മീര അങ്ങോട്ട് വന്നത്. അവൾ അടുത്ത് വന്നപ്പോൾ ജാൻവി അവളുടെ തോളിൽ ചാരി പൊട്ടിക്കരഞ്ഞു. ജാനി, നീ ഇങ്ങനെ കരയല്ലേ. നിന്റെ ആദിയേട്ടനല്ലേ. ഒന്നുകൂടി പോയി കാണ്. മുകളിലാണ് അവൻ്റെ ക്യാബിൻ. ചെല്ല്, പോയി കാല് പിടിച്ചിട്ടാണെങ്കിലും പിണക്കം മാറ്റി വാ. നിന്നെ ഇങ്ങനെ തളർന്നു കാണാൻ വയ്യടാ. മീര നിർബന്ധിച്ചപ്പോൾ അവൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. കോൺഫറൻസ് ഹാളിലെ ബഹളങ്ങൾക്കിടയിൽ നിന്നും ആദിഷ് നേരെ നടന്നത് തൻ്റെ ക്യാബിനിലേക്കായിരുന്നു. മനസ്സ് മരവിച്ച അവസ്ഥയിലായിരുന്നവൻ. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്. അതുപോലെ തൻ്റെ മനസ്സിലും ചിന്തകൾ ഓടി നടക്കുന്നു. കുറച്ചു കഴിഞ്ഞു കേബിനിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അവിടെ തളർന്ന് വിറച്ചു നിൽക്കുന്ന ജാൻവി. ആദ്യം അവളെ ഒന്ന് നോക്കിയ ശേഷം മുഖം തിരിച്ചു. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവളെ ഒന്നുകൂടി കാണണം എന്നാഗ്രഹിച്ചിരുന്നു എങ്കിലും അവൻ കടുപ്പത്തിൽ പറഞ്ഞു. അവളോടുള്ള ദേഷ്യം പലപ്പോഴും അവൻ്റെ വാക്കുകളിൽ നിഴലിച്ചു കണ്ടു. ആദ്യേട്ടാ, എന്നോട് ക്ഷമിക്ക്. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മതി ജാൻവി, എനിക്കൊന്നും കേൾക്കണ്ട. നീ നിന്റെ വഴിയെ പോയിക്കോ. അവൻ ജനാലയ്ക്കൽ പുറംതിരിഞ്ഞു നിന്നു. പക്ഷേ ജാൻവി അവിടെ തന്നെ നിന്നു. വിങ്ങിക്കരയുകയായിരുന്നവൾ.
ഉള്ളുലഞ്ഞ കരച്ചിൽ അവനെ ഏറെ അസ്വസ്ഥനാക്കി. ദേഷ്യത്തോടെ അവളെ നോക്കാൻ തിരിഞ്ഞ ആദിശിൻ്റെ കണ്ണുകൾ പെട്ടെന്നുടക്കിയത് അവളുടെ ശാരീരിക മാറ്റങ്ങളിലായിരുന്നു. ഏകദേശം 6 മാസം മുൻപ് അവൻ കണ്ട ജാൻവി അല്ല ഇത്. അവളുടെ കവിളുകൾ ഒട്ടിപ്പോയിരിക്കുന്നു. ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ച കറുത്ത പാടുകൾ അവളുടെ കൺതടങ്ങളിൽ തെളിഞ്ഞു കാണാം. ആ വലിയ കണ്ണുകൾ കുഴിയിലാണ്ടിരിക്കുന്നു. മെലിഞ്ഞുണങ്ങിയ അവളുടെ കൈകൾ കണ്ടപ്പോൾ ആദിശിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. എൻ്റെ ജാൻവിക്ക് ഇതെന്തു പറ്റി? അവൻ്റെ ഉള്ളിലെ വാശിയെല്ലാം ആ നിമിഷം ഒലിച്ചുപോയി. അവളുടെ ഈ കോലം അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവുണ്ടാക്കി. അവൾ അനുഭവിച്ച വേദനകൾ ആ ശരീരത്തിൽ ഏതു ചേർത്തിരിക്കുന്നത് പോലെ അവന് തോന്നി. ജാൻവി! അവൻ്റെ ശബ്ദമിടറി. അത് കേൾക്കാതെ അവൾ തളർച്ചയോടെ താഴേക്കിരിക്കാൻ തുടങ്ങിയതും ആദിഷ് ഓടിച്ചെന്ന് അവളെ താങ്ങിപ്പിടിച്ചു. സമ്മർദ്ദം താങ്ങാനാവാതെ ഒന്ന് BP ഷൂട്ടായതാണ്. അവൻ്റെ ആ സ്പർശനമേറ്റപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. ഇനിയും എന്നോട് അങ്ങനെ പറയല്ലേ. എന്നെ തനിച്ചാക്കല്ല ആദ്യേട്ടാ, ഞാൻ മരിച്ചു പോകും. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ച് തേങ്ങിക്കരഞ്ഞു. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ തലമുടിയിൽ തലോടുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഇത്രയും കാലം താൻ സൂക്ഷിച്ചു വെച്ച ദേഷ്യം വെറും കരിനീയൽ മാത്രമായിരുന്നെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അവളെ മെല്ലെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണീരിൽ കുതിർന്ന ആ മുഖം അവൻ തൻ്റെ കൈക്കുള്ളിലാക്കി. ആദ്യം അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ശേഷം അവളുടെ മനോഹരമായിരുന്ന തൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച കണ്ണുകളിലേക്ക് നോക്കി. ആദിശിൻ്റെ കൈകൾ അവളുടെ മുഖത്തുടനീളം ചലിച്ചു. സ്നേഹവും സങ്കടവും കാമനയും ഒത്തുചേർന്ന ഒരു നിമിഷമായിരുന്നത്. അവർ പരസ്പരം കണ്ണുകൾ കോർത്ത് ഒരുപാട് നേരം അങ്ങനെ നിന്നു. ജാൻവിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അവളും പ്രണയത്തോടെ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. നിമിഷങ്ങൾ കഴിയും തോറും അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. അവൻ പതിയെ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോട് ചേർത്തു. ആ സ്പർശന സുഖത്തിൽ ആദ്യമൊരു മയക്കം തോന്നിപ്പിച്ചെങ്കിലും ജാൻവിയും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. മാസങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പിൻ്റെയും വിരഹത്തിൻ്റെയും മധുരം ആ ചുംബനത്തിലുണ്ടായിരുന്നു. പുറത്തെ ലോകം അവർ മറന്നു. ആ മുറിയിൽ അവർ മാത്രം, അവരുടെ നിശ്വാസങ്ങൾ മാത്രം. ആ ചുംബനത്തിൻ്റെ തീവ്രതയിൽ അവരുടെ ലോകം നിശ്ചലമായി. മാസങ്ങളോളം ഉള്ളിലൊതുക്കിയ സങ്കടക്കടൽ ആ ഒരൊറ്റ നിമിഷത്തിൽ അലിഞ്ഞില്ലാതായി. ആദ്യ അവളെ തന്നോട് അത്രമേൽ ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ ശരീരത്തിൻ്റെ മെലിച്ചിലും തളർച്ചയും തൻ്റെ നെഞ്ചോട് ചേർന്നപ്പോൾ അവൻ്റെ ഉള്ളിലെ പ്രണയം വാത്സല്യമായി മാറി. അവൻ പതിയെ ചുംബനത്തിൽ നിന്നും അടർന്നു മാറി അവളുടെ മിഴികളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭയമുണ്ടായിരുന്നു. താൻ വീണ്ടും അകന്നു പോകുമോ എന്ന ഭയം. ഇനി ഒന്നിനും നിന്നെ വിട്ടുകൊടുക്കില്ല ജാൻവി. നിന്നെ വേദനിപ്പിച്ച ഓരോ വാക്കിനും ഞാൻ നിന്നോട് എങ്ങനെ മാപ്പ് ചോദിക്കണം എന്നെനിക്കറിയില്ല. അവൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് മന്ത്രിച്ചു. അവൻ്റെ ശബ്ദത്തിൽ പഴയ ആ ഗാംഭീര്യമായിരുന്നില്ല. പകരം പ്രിയപ്പെട്ടവളോടുള്ള കരുതൽ മാത്രമായിരുന്നു. ജാൻവി അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ശ്വാസമെടുത്തു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ സുഗന്ധം വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആദ്യേട്ടൻ എന്നെ വെറുക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ശരിക്കും ശ്വാസം മുട്ടുകയായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ വിറയ്ക്കുന്ന കൈകളെടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്തു. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. എൻ്റെ കുഞ്ഞ് എത്രമാത്രം അനുഭവിച്ചു എന്ന് ഈ മുഖം പറയുന്നുണ്ട്. അവൻ അവളുടെ വിളറിയ കവിളുകളിൽ വിരലോടിച്ചു. അവളുടെ മെലിഞ്ഞ വിരലുകൾ അവൻ്റെ താടിയിലൂടെയും മുടിയിലൂടെയും പാറി നടന്നു. അവളുടെ സ്പർശനത്തിൽ ആദ്യ കണ്ണുകൾ അടച്ചു നിന്നു. ആ മുറിയിലെ എയർ കണ്ടീഷണറിൻ്റെ തണുപ്പിനേക്കാൾ അവർക്ക് അനുഭവപ്പെട്ടത് പരസ്പരം കൈമാറിയ ഉടൽ ചൂടായിരുന്നു. മാസങ്ങളോളം നീണ്ട വിരഹത്തിൻ്റെ കയ്പും ഒറ്റപ്പെടലിൻ്റെ നോവും ആ മുറിക്കുള്ളിൽ വെച്ചവർ പരസ്പരം പങ്കുവച്ചു. ആദിശ അവളെ മുറിയിലെ സോഫയിലേക്ക് ഇരുത്തി. അവളുടെ തല തൻ്റെ തോളിലേക്ക് ചായ്ച്ചു വെച്ചു. നമുക്കൊരുപാട് സംസാരിക്കാനുണ്ട് ആദ്യേട്ടാ. എന്തിനാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്? ജാൻവി പറഞ്ഞു തുടങ്ങിയതും ആദിശ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു. ഇപ്പോൾ ഒന്നും പറയേണ്ട ജാൻവി, എനിക്കെല്ലാം അറിയാം. നിന്റെ മൗനത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ വൈകിയതിന് നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. ഇനി നമ്മൾ തമ്മിൽ വാശിയും പിണക്കവുമില്ല, പരാതികളില്ല. പുറത്ത് ബാംഗ്ലൂർ നഗരം തിരക്കുകളിലായിരുന്നു. എന്നാൽ സൈബർ ഗ്ലോബിൻ്റെ ആ ഉന്നതങ്ങളിലെ ക്യാബിനിൽ 2 ഹൃദയങ്ങൾ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഒന്നായി മാറുകയായിരുന്നു. സ്നേഹം കൊണ്ടും ചുംബനങ്ങൾ കൊണ്ടും അവർ തങ്ങളുടെ പുതിയ ലോകം ഇവിടെ തീർത്തു. ഇനി ഒരിക്കലും വേർപിരിയരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ ആദിഷ് അവളെ വീണ്ടും പുണർന്നു. ആദിയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ ദുരിതകാലമെല്ലാം ഒരു പേക്കിനാവ് പോലെ മാഞ്ഞുപോയതായി ജാൻവിക്ക് തോന്നി. ആ മുറിക്കുള്ളിൽ സമയം നിശ്ചലമായതുപോലെ. എന്നാൽ പുറത്തെ ലോണിൽ എല്ലാവരും ജാൻവിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആദിയുടെ ക്യാബിനിൻ്റെ വാതിൽ ഒരു മുട്ട് കേട്ടത്. അതോടെയാണ് ഇരുവരും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. ജാൻവി പരിഭ്രമത്തോടെ ആദിയിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട്
തൻ്റെ ഉലഞ്ഞുപോയ വസ്ത്രങ്ങളും മുടിയും ഒതുക്കി വെച്ചു. ആദിയും പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ ഒഫീഷ്യൽ ചെയറിലേക്കിരുന്നു. അപ്പോൾ ഡോർ തുറന്ന് മീര അകത്തേക്ക് തലയിട്ടു. ജാനി, നമുക്ക് പോകണ്ടേ? താഴെ ബസ് എടുക്കാറായി. സാറൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. നീ വാഷ്റൂമിലാണെന്ന് പറഞ്ഞു പോന്നതാ ഞാൻ. വേഗം വാ. മീര പറഞ്ഞു നിർത്തിയപ്പോഴാണ് ആദിയെയും ജാൻവിയെയും ശ്രദ്ധിച്ചത്. രണ്ടുപേരുടെയും മുഖത്തെ ഭാവമാറ്റത്തിൽ നിന്നും കാര്യങ്ങൾ ശുഭമാണെന്ന് മീരയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ ഒരു കള്ളച്ചിരിയോടെ ജാൻവിയെ നോക്കി. ജാൻവി ചെറിയൊരു നാണത്തോടെ അവൾ നോക്കി പുഞ്ചിരിച്ചു. ആദി സാർ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയും ലേറ്റായ കുര്യൻ സാർ വഴക്ക് പറയും, മീര ഓർമ്മിപ്പിച്ചു. ആദി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് ജാൻവിയുടെ അടുത്തേക്ക് വന്നു. മീരയുടെ സാന്നിധ്യം മറന്നവൻ അവളുടെ കൈകളിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു. പോയിക്കോ, ഞാൻ വിളിക്കാം. ഇനി നമുക്കിടയിൽ അധികം ദൂരമില്ലല്ലോ, നമുക്ക് ഇടയ്ക്ക് കാണാം. അവൻ പതുക്കെ അവളോട് മന്ത്രിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് ആദ്യം അവളെ യാത്രയാക്കിയത്. ലിഫ്റ്റ് വരെ അവൾക്കൊപ്പം നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു, പ്രണയിച്ചിട്ട് മതിയാവാത്തതുപോലെ. ജാൻവി ബസ്സിലേക്ക് കയറുന്നത് ഗ്ലാസ് വാളിലൂടെ നോക്കി നിൽക്കുമ്പോൾ ആദിയുടെ ഉള്ളിൽ ആ പഴയ വാശിക്ക് പകരം അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ദൃഢനിശ്ചയമായിരുന്നു നിറഞ്ഞു നിന്നത്. ഇനി അച്ഛനും മാളവികക്കും തട്ടിക്കളിക്കാൻ അവളെ വിട്ടുകൊടുക്കില്ല, അവൻ ഉറപ്പിച്ചു. വയനാട്ടിലേക്കുള്ള മടക്കയാത്ര ജാൻവിക്കൊരാഘോഷമായിരുന്നു. വരുമ്പോൾ ആകെ ശോകമുഖമായിരുന്നവൾ തിരിച്ചു പോരുമ്പോൾ വല്ലാത്ത ആവേശത്തിലായിരുന്നു. ബസ്സിൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ നോക്കുമ്പോൾ പോലും അവൾ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. അകതാരിൽ ആദിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങൾ തെളിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ പുഞ്ചിരി വിരിയാതിരിക്കും? എന്താ ജാനി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? വട്ടായോ? അവളുടെ അരികിലിരുന്ന മീര കളിയാക്കി ചോദിച്ചു. അല്ല മീര, എനിക്കെന്തോ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാ തോന്നുന്നത്. ആദ്യേട്ടൻ എന്നോട് ക്ഷമിച്ചു, എന്നെ ചേർത്ത് പിടിച്ചു. എനിക്കിനി ഒന്നും വേണ്ട. ജാൻവി അവളുടെ തോളിലേക്ക് തലചായ്ച്ചു വെച്ചു. അവളുടെ സന്തോഷം ആ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മീരക്കും തൻ്റെ കൂട്ടുകാരിയുടെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞു. അവളെ പരിചയപ്പെട്ടതു മുതൽ അവളുടെ അവസ്ഥ മീരയ്ക്കൊരു നോവായിരുന്നു. ഇങ്ങനെയും ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്നതൊരത്ഭുതം തന്നെയാണ്. ആ സ്നേഹം നൽകിയ മുറിവിൽ ഇങ്ങനെ നീറി ജീവിക്കുന്നത് കാണുമ്പോൾ ആരും ഇനി പ്രേമിക്കരുത് എന്നൊക്കെ മീരയ്ക്ക് തോന്നിപ്പോയിരുന്നു. യാത്രയിലുടനീളം ആദിഷിൻ്റെ മെസ്സേജുകൾ ജാനിയുടെ ഫോണിൽ വന്നുകൊണ്ടിരുന്നു. അവൻ്റെ പ്രണയം നിറഞ്ഞ ഓരോ വാക്കുകളും ജാൻവിക്ക് അമൃതുപോലെ തോന്നി. മാസങ്ങൾക്ക് ശേഷം അവൾ ഫോണിൽ ആദിയുടെ ഫോട്ടോകൾ നോക്കി കരഞ്ഞില്ല. പകരം ഓരോ ഫോട്ടോയും മീര കാണാതെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. രാത്രി വൈകി കാർത്തിക തറവാട്ടിലെത്തുമ്പോൾ ദേവികയും സുധീഷും ഉമ്മറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മഹീന്ദ്രൻ്റെ കാറിൽ നിന്നിറങ്ങിയ ജാൻവിയുടെ മുഖത്തെ ആ തിളക്കം കണ്ടപ്പോൾ തന്നെ അവർക്കെന്തോ മാറ്റം തോന്നി. അയാളായിരുന്നു ജാൻവിയെ കൂട്ടാൻ കോളേജിലെത്തിയത്. അവളെ അവിടെ ഇറക്കി അയാൾ തിരിച്ചുപോയി. അകത്തേക്ക് കയറിയ ഉടനെ ജാൻവി തൻ്റെ അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചു. അമ്മേ, അച്ഛാ, ഞാൻ ആദ്യേട്ടനെ കണ്ട്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ച്. അവൻ എന്നോട് പിണക്കമില്ലെന്ന് പറഞ്ഞ്. സുധീഷ് ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. തൻ്റെ മകളുടെ കണ്ണുനീരിന് അറുതിയായത് അദ്ദേഹത്തിന് വലിയൊരു ഭാരമൊഴിഞ്ഞതുപോലെയായിരുന്നു. എന്നാ വേഗം പോയി കിടന്നോളൂ, വിശേഷങ്ങൾ രാവിലെ പറയാം. ദേവി അവളെയും സുധിയെയും കിടക്കാൻ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തെ വാതിലടച്ചു. ചെറു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് ജാൻവി മുറിയിലേക്ക് കയറി വാതിലടച്ചു. ബാഗിൽ നിന്നും ഫോണെടുത്ത് ആദിക്ക് വീട്ടിലെത്തിയത് മെസ്സേജ് അയച്ചിട്ടു. ഉറങ്ങാതെ അവളുടെ മെസ്സേജ് കാത്തിരുന്നവൻ അപ്പോൾ തന്നെ അവളെ കോൾ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം കാതിൽ പതിയാൻ കൊതിയോടെയാണ് അവൻ കട്ടിലിൽ ചാരിയുന്നത്. ഹലോ ആദിയേട്ടാ. അവളുടെ കിളിക്കൊഞ്ചൽ കാതിൽ പതിഞ്ഞപ്പോൾ അവൻ കണ്ണുകളടച്ചത് ആസ്വദിച്ചു. വീണ്ടും അവളുടെ ഹലോ എന്ന ശബ്ദമാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നത്. വീട്ടിലെത്തിയല്ലോ, ഇനി വേഗം ഉറങ്ങിക്കോ. നിന്റെ വിവരമറിയാഞ്ഞിട്ട് എനിക്കും ഉറക്കം വന്നില്ല. ഞാനും കിടക്കട്ടെ. നാളെ ഓഫീസിൽ നിന്നും ഉറക്കം തൂങ്ങിയ ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ വെള്ളത്തിലാവും, ആദി ചിരിയോടെ പറഞ്ഞു. ശരി ആദിയേട്ടാ, ഞാനും ഫ്രഷായി ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. അന്ന് രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന പ്രണയം കൊണ്ട് അവരുടെ ഡോപ്പമിൻ ലെവൽ വർദ്ധിച്ചിരുന്നു. സന്തോഷം കൂടുമ്പോൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയുമല്ലോ. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അന്നത്തെ രാവും പുലരിയെ വരവേറ്റു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാൻ ജാൻവിക്ക് ഉന്മേഷം കൂടുതലായിരുന്നു. ആദിയുടെ മെസ്സേജ് വായിച്ചുകൊണ്ടാണ് അവൾ പുറത്തേക്കിറങ്ങിയത്. അന്ന് തറവാട്ടിലെ എല്ലാവരും ഒത്തുകൂടിയിരുന്നു. അവരെല്ലാം ജാൻവിയുടെ വിശേഷങ്ങൾ കേട്ട് പുഞ്ചിരിച്ചു. ആദിഷ് വലിയൊരു നിലയിലെത്തിയതും അവൻ അവളോട് കാണിച്ച സ്നേഹവും കേട്ടപ്പോൾ അപ്പൂപ്പൻ കാർത്തികേയൻ നായരും സന്തോഷിച്ചു. എന്ത് വില കൊടുത്തും ജാനിയുടെ ഇഷ്ടം അവൾക്ക് നേടിക്കൊടുക്കാൻ മാമന്മാരും ആഗ്രഹിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ജാൻവിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ പ്രകടമായി. മാസങ്ങളായി വിട്ടുമാറാത്ത തളർച്ചയും വിളർച്ചയും പതുക്കെ അവളിൽ നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി. നന്നായി ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ വണ്ണവും വെച്ചു. ആദിയുമായുള്ള ഓരോ ഫോൺ കോളും അവൾക്കൊരു മെഡിസിൻ പോലെയായിരുന്നു. രാത്രികളിൽ മണിക്കൂറുകളോളം അവർ കുറുകിക്കൊണ്ടിരുന്നു. പഴയ കുസൃതികളും പിണക്കങ്ങളും മാറി കൂടുതൽ പക്വതയുള്ള ഒരു പ്രണയം അവർക്കിടയിൽ വളർന്നു തുടങ്ങിയിരുന്നു. ജാനി, നിന്റെ ഗന്ധം ഇപ്പോഴും എൻ്റെ ക്യാബിനിലുണ്ടടി.
ഒന്നുകൂടി കാണാൻ കൊതിയാവുന്നുണ്ട്. അന്നത്തെ പോലെ ആ ചെറിപ്പഴങ്ങളൊന്ന് രുചിക്കാൻ. ആദി കുസൃതി ചിരിയോടെ പറയുമ്പോൾ ജാൻവി നാണത്തോടെ കണ്ണുകൾ പൂട്ടി. ജാൻവിയുടെ ഒട്ടിയ കവിളുകൾ വീണ്ടും വീണ്ടും തുടുത്തു തുടങ്ങി. ആ കണ്ണുകളിലെ കാന്തി തിരിച്ചു വന്നു. അവനും അകതാരിൽ അവളുടെ ചുവന്നു തൊടുത്ത മുഖം കണ്ട് പുഞ്ചിരിച്ചു. അവൾ വീണ്ടും നാട്ടിലുള്ളപ്പോൾ നടന്നതുപോലെ തറവാട്ടിലെ പൂന്തോട്ടത്തിൽ പൂക്കൾ നടാനും പരിചരിക്കാനും കസിൻസിൻ്റെയും അനിയത്തിമാരുടെയും കൂടെ എല്ലാറ്റിനും ആക്റ്റീവായി തുടങ്ങി. ആദിയുടെയും ജാൻവിയുടെയും പ്രണയം ഇപ്പോൾ ഒരു വൻമരം പോലെ പടർന്നു പന്തലിച്ചിരുന്നു. ഏത് കാറ്റിനും തകർക്കാൻ കഴിയാത്ത അത്രയും ദൃഢമായ പ്രണയം. വയനാട്ടിലെ മഞ്ഞിനിപ്പോൾ കൂടുതൽ കുളിർമയും പ്രണയത്തിൻ്റെ സുഗന്ധവും ഉള്ളതുപോലെ ജാൻവിക്ക് തോന്നി. ആദിശിൻ്റെ പ്രണയം ഒരു മരുന്നായി മാറിയപ്പോൾ ജാൻവി തൻ്റെ പഴയ രൂപത്തിലേക്ക് അതിവേഗം മടങ്ങിയെത്തി. വയനാട്ടിലെ തണുപ്പിനിപ്പോൾ അവളെ തളർത്താനായില്ല. പകരം ആ തണുപ്പിലും ആദിയുടെ വാക്കുകൾ നൽകുന്ന ചൂടവൾക്ക് കൂട്ടായുണ്ടായിരുന്നു. ആദിയും വലിയൊരു മാറ്റത്തിലായിരുന്നു. മുൻപ് ദേഷ്യവും വാശിയും മാത്രം നിറഞ്ഞു നിന്നിരുന്ന അവൻ്റെ കണ്ണുകളിലിപ്പോൾ പ്രണയം മാത്രമാണ് പ്രതിഫലിച്ചിരുന്നത്. ഓഫീസിലെ ഫയലുകൾക്കിടയിലും മീറ്റിങ്ങുകൾക്കിടയിലും അവൻ്റെ മനസ്സ് ജാൻവിയുടെ അടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്നു. രാത്രികളിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവർ ഭൂതകാലത്തെ മുറിവുകളെക്കുറിച്ച് സംസാരിച്ചതേയില്ല. പകരം ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ചും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുമായിരുന്നു അവരുടെ ചർച്ചകൾ. ജാനി, നമുക്ക് വയനാട്ടിൽ ഒരു ചെറിയ വീട് വെക്കണം. അവിടെ എപ്പോഴും മഞ്ഞുണ്ടാവണം. നിനക്കിഷ്ടമുള്ള പൂക്കളുണ്ടാവണം. ആദി പറയുമ്പോൾ ജാൻവി വെറുതെ കണ്ണുകൾ ചിമ്മും. ആ വാക്കുകൾ അവളുടെ കാതിൽ സംഗീതം പോലെ ഒഴുകിയിറങ്ങി. തറവാട്ടിലെ അന്തരീക്ഷവും ജാൻവിയുടെ മാറ്റത്തിൽ ഏറെ സന്തോഷത്തിലായിരുന്നു. സുധീഷിനും ദേവികയ്ക്കും തങ്ങളുടെ മകൾ പഴയ പോലെ ചിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടായ ആശ്വാസം ചെറുതല്ല. ജാനി വീണ്ടും പഴയ കുസൃതിക്കാരിയായി. കസിൻസായ അപ്പുവിനോടും ലച്ചുവിനോടും ചേർന്നവൾ വീണ്ടും പറമ്പിലെ മാവിലും പ്ലാവിലും കയറി. ആദ്യ ഇടയ്ക്ക് അയച്ചു കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഓരോന്നും അവൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചു. വലിയൊരു ടെഡി ബിയറും പ്രണയം തുളുമ്പുന്ന കവിതകളുടെ പുസ്തകങ്ങളും അവളുടെ മുറിയിലെ പുതിയ അതിഥികളായി മാറി. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും ആദിയുടെ ഉള്ളിൽ ഒരു ചെറിയ ആദി ബാക്കിയുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ വാസുദേവൻ നായർ ഇനിയും തങ്ങളുടെ ബന്ധത്തെ എങ്ങനെ സ്വീകരിക്കും എന്നതായിരുന്നു അത്. അച്ഛൻ്റെയും മാളവികയുടെയും പ്ലാനുകൾ തകർക്കാൻ താൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് അവൻ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. ജാൻവിയെ ഇനിയൊരു കണ്ണീർക്കയത്തിലേക്ക് തള്ളിവിടാൻ അവൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നാട്ടിലേക്ക് പോകുമ്പോൾ ജാൻവിയുടെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. ജാൻവിയുടെ ആരോഗ്യവും സൗന്ദര്യവും വീണ്ടും വർദ്ധിച്ചതോടെ അവളെ കാണാൻ കോളേജിലും ആരാധകർ കൂടി വരാൻ തുടങ്ങി. പക്ഷേ അവളുടെ ലോകം ആദി എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങിയിരുന്നു. പ്രണയം കവിഞ്ഞൊഴുകുന്ന ആ ദിനങ്ങളിൽ അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല കാലം അവർക്കായി വലിയൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. കാത്തിരിപ്പിൻ്റെ മധുരവും വിരഹത്തിൻ്റെ നോവും മാറി പുതിയൊരു അധ്യായത്തിലേക്ക് അവരുടെ ജീവിതം കടക്കുകയായിരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.